ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് കപ്പയും മത്തിയുമായിട്ടാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്കൊന്ന് പുഴുങ്ങി കഴിച്ചു നോക്കാം. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്ന് കപ്പ എടുത്തിട്ടുണ്ട്. കപ്പ ഒരു 2 കഷ്ണം കപ്പ എടുത്ത് നന്നായിട്ട് കഴുകി നീളത്തിന് കട്ട് ചെയ്ത് മുറിച്ച് വയ്ക്കുക. അതിനുശേഷം മത്തി എടുത്തിട്ടുണ്ട്. മത്തി നന്നായിട്ട് ക്ലീൻ ചെയ്ത് നല്ല വെള്ളത്തിൽ കഴുകി വെച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് നമുക്ക് കപ്പ ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പും ഇട്ട് അടച്ച് വെച്ച് 2 വിസിൽ കേൾക്കുന്നവരെ വേവിച്ചെടുക്കാം. നല്ല വേവുന്ന കപ്പയാണ്. അതിനുശേഷം നമുക്ക് മത്തി എടുത്തിട്ട് അതിന് വേണ്ടി കുറച്ച് ഉള്ളി എടുക്കാം. ഉള്ളി ഒരു പിടി ഉള്ളി എത്രയും ചേർക്കുന്നോ അത്രയും ടേസ്റ്റാണ്. ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അതിനുശേഷം ചട്ടിയിലേക്ക് മത്തി ഇട്ടതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ചെറിയുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും കൂടെ ചേർത്ത് മറന്നുപോയി, ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ടായിരുന്നു. വെളുത്തുള്ളി ഒരു 4-5 കഷ്ണം വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. പൊടികളാണെന്ന് പറയുന്നെങ്കിൽ മഞ്ഞൾപ്പൊടി ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ചേർക്കണം. നല്ല എരിവ് ഉണ്ടാകണം കറിക്ക്, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാകും. അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് ചുറ്റിച്ച് ഇളക്കി അടുപ്പത്ത് വെച്ച് അടച്ച് വെച്ച് വേവിക്കാം. അതിന് ഒരു 4-5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് വേവാവും. ആ സമയത്ത് നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. എന്നിട്ട് നമ്മൾ കപ്പ എടുത്ത് കുറച്ച് കടുക് വറുത്ത് വയ്ക്കണം. കടുക് വറുത്തിട്ട് പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് ഇപ്പം നമ്മുടെ മത്തിയും വെന്തിട്ടുണ്ട്. അപ്പം മത്തിയുമായിട്ട് നല്ല കോമ്പിനേഷനാണ്. കപ്പയും മത്തിയും കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ്. ഉള്ളിയുടെ ഫ്ലേവർ ഇറങ്ങുമ്പോൾ തന്നെ നല്ല ഇതാണ്. കുരുമുളക് കൂടെ ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാം.